ഓക്കെ, ഞാനപ്പോൾ ചാറ്റ് ജി പി ടിയിൽ നോക്കിയപ്പോൾ കണ്ടത് ഇവിടെ ടൈപ്പ് എവിടെ ഇൻപുട്ട് ടൈപ്പ് ഡിഫോൾട്ടായിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് എന്നായിരിക്കും കിടക്കുന്നത്. അത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്പർ എന്നാക്കി കഴിഞ്ഞാൽ അത് ന്യൂമറിക്കൽ വാല്യൂ മാത്രം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ക്വാണ്ടിറ്റിയും കഴിഞ്ഞ് നെയിമും കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഹാർഡ് കോഡ് ടെക്സ്റ്റ് ഞാൻ ഓൾട്ട് എൻ്റർ വെച്ചിട്ട് ഫിക്സ് ചെയ്ത്. ഓൾട്ട് എൻ്റർ, പിന്നെ ഇവിടെ ഒരു ഹാർഡ് കോഡ് ടെക്സ്റ്റ് ഉണ്ട്. ബാക്കി കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ ഇതിൻ്റെ യു ഐ കഴിഞ്ഞ് ഇനി അതിൻ്റെ കോഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതിൽ വാല്യൂ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ വാല്യൂ ഇൻസേർട്ട് ആവണം ഡാറ്റാബേസിൽ. എന്നിട്ട് തിരിച്ച് ഞങ്ങളുടെ ഹോം സ്ക്രീനിലോട്ട് വേണം. അപ്പോൾ ഈ ആക്ടിവിറ്റി എന്താണ് ഇൻഡൻറ്റ് കൊടുത്തിട്ട്, മറ്റേ ഇഫ് സക്സസ് ആണെങ്കിൽ ഇൻഡൻറ്റ് കൊടുത്തിട്ട് ഹോമിൽ പോയിട്ട് എന്താണ് ഒരു ടോസ്റ്റും കൂടെ വെക്കാം. അപ്പോൾ ടോസ്റ്റിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും സക്സസ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കോഡിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഇത് ഡി ബി ഹെൽപ്പർ എന്ന് പറഞ്ഞ ക്ലാസ്സില്ലേ, അത് ഇമ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അതിൽ ഏതാണ് ക്രിയേറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിയേറ്റ് ഐറ്റം എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഡി ബി ഹെൽപ്പർ ഈക്വൽ ടു അല്ല ഡിക്ലറേഷൻ മാത്രം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഈ എവിടെ പോയി ഇതിൻ്റെ ഐ ഡിയും ഈ ക്വാണ്ടിറ്റിയുടെ ഐ ഡിയും പിന്നെ ഈ ബട്ടൻ്റെ ഐ ഡിയും. അപ്പോൾ ഐറ്റം എന്ന് പറഞ്ഞ ഐ ഡി, QNTY എന്ന് പറഞ്ഞിട്ട് ഐ ഡി, ക്രിയേറ്റ് BTN. അപ്പോൾ ഇത് മൂന്നും ഒരെണ്ണം എഡിറ്റ് ടെക്സ്റ്റിലാണ്, രണ്ടെണ്ണം എഡിറ്റ് ടെക്സ്റ്റിലാണ് പറയുന്നത്. ഐറ്റം നെയിം, പിന്നെ മറ്റേത് ഇൻറ്റീജർ ആണല്ലോ, QNTY. എന്നിട്ട് ഞങ്ങൾക്കൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഐറ്റം നെയിം ക്വാണ്ടിറ്റി അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ബട്ടൺ, നമ്മുടെ ക്രിയേറ്റ് ബട്ടൺ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ 3 വേരിയബിൾസ് ഞങ്ങൾക്ക് വാല്യൂ അസൈൻ ചെയ്യാം. ഇതിന് ഐറ്റം നെയിം എന്ന് പറയുന്നത് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി ഐഡിയിലത്തെ ഏതാണ് ഐറ്റം, അതിൻ്റെ അടിയിൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി, QNTY എന്നിട്ടത്. പിന്നെ ബട്ടൺ എന്ന് പറയുന്നത് ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി r.id. ക്രിയേറ്റ് ബട്ടൺ എന്നായിരുന്നില്ലേ. അപ്പം അത് മൂന്നും കിട്ടി. ഇനി ചെയ്യുന്നത് ബട്ടണിന് ആക്റ്റീവ് മറ്റേ ഓൺ ക്ലിക്ക് ലിസണർ വെക്കണം. അപ്പോൾ അതിനു വേണ്ടി btn.set ഓൺ ക്ലിക്ക് ലിസണർ. പിന്നെ അതിൻ്റെ അകത്ത് ഞങ്ങൾക്കൊരു V എന്ന് പറഞ്ഞിട്ട് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കോഡ് ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഇതിൽ ഐറ്റം നെയിമും ക്വാണ്ടിറ്റി ഒരു സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ DB ഹെൽപ്പർ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല, അസൈൻ ചെയ്തിട്ടില്ല. ഈക്വൽ ടു ന്യൂ DB ഹെൽപ്പർ ദിസ്. ഇവിടെ കോണ്ടെക്സ്റ്റ് നമ്മുടെ DB ഹെൽപ്പറിൽ കൺസ്ട്രക്ടറിൽ മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ.
കോണ്ടെക്സ്റ്റ്, അതുകൊണ്ടാണ് അവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുക്കണം ദിസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ ഓൺ ക്ലിക്ക് ലിസണറിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഐറ്റം നെയിമും ക്വാണ്ടിറ്റിയിലുള്ള സ്ട്രിങ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു സ്ട്രിങ്ങിലോട്ട് സ്റ്റോർ ചെയ്യാം. അത് സ്ട്രിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഐറ്റം ടു ഐറ്റം നെയിം അല്ലേ, ഐറ്റം നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ടെക്സ്റ്റ് കിട്ടും. പക്ഷെ അത് സ്ട്രിങ്ങിലായിരിക്കില്ല, അത് നമ്മൾ ടു സ്ട്രിങ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. വേണമെങ്കിൽ ഇവിടെ ഡോട്ട് ട്രിമ്മും കൂടെ കൊടുക്കാം. അപ്പം ഇങ്ങനെ പേര് ഐറ്റം നെയിം ഇങ്ങനെ ആപ്പിൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് ആപ്പിൾ എന്ന് മാത്രം സ്റ്റോർ ചെയ്യുള്ളൂ. അങ്ങനെ ആ ഒരു ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ സ്ട്രിങ് ക്വാണ്ടിറ്റി ന്യൂമറിക് ആയിട്ടാണ് മേടിക്കണമെങ്കിലും ഞങ്ങൾ ഡാറ്റാബേസിൽ കയറ്റുമ്പോൾ അത് ക്വറി ഒരു സ്ട്രിങ് ആയിട്ടാണല്ലോ, അത് സ്ട്രിങ് തന്നെ വെക്കുള്ളൂ. ക്വാണ്ടിറ്റി ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു ഡോട്ട് ടു സ്ട്രിങ് ആക്കിയിട്ട് ഇവിടെ ട്രിം വേണമെന്നില്ല, അത് സ്ട്രിങ് അല്ലല്ലോ ഓൾറെഡി, അതിൽ ടു സ്ട്രിങ് വെക്കാം. അപ്പം അത് രണ്ടും ഞങ്ങൾക്ക് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് രണ്ടും ഏതെങ്കിലും എം ടി ആണെന്ന് നോക്കണമല്ലോ. ഇപ്പോൾ വെറുതെ സ്പേസ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ എറർ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇഫ് ഐറ്റം ഡോട്ട് ഇസ് എം ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. എം ടി ഓർ ക്വാണ്ടിറ്റി ഡോട്ട് ഇസ് എം ടി. അതിൽ ഏതെങ്കിലും ഒരു സ്ട്രിങ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഐറ്റം അടിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും അടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ടോസ്റ്റ് മെസ്സേജ് വെച്ചിട്ട് കാണിക്കാം, പ്ലീസ് ഫിൽ ദിസ് ഫോം എന്ന് പറഞ്ഞിട്ട്, പ്ലീസ് ഫിൽ ഓൾ ദി ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടോസ്റ്റ് വെക്കാനായിട്ട് സിമ്പിളാണ്. ടോസ്റ്റ് ക്ലാസ്സിൻ്റെ മേക്ക് ടോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് സ്റ്റാറ്റിക് മെത്തഡാണ്. മേക്ക് ടെക്സ്റ്റ്, പിന്നെ മേക്ക് ടെക്സ്റ്റിൽ ഫസ്റ്റ് വരേണ്ടത് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ഞാൻ ഇവിടെ ഇടാം. ടോസ്റ്റ് ക്ലാസ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് മെത്തേഡ്, അതിൻ്റെ അകത്ത് പാസ് ചെയ്യണത് ദിസ് ആക്ടിവിറ്റി ഓർ കോണ്ടെക്സ്റ്റ്. എന്നിട്ട് ഒരു മെസ്സേജ് സ്ട്രിങ്, എന്നിട്ട് ലെങ്ത്, എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഡോട്ട് ഷോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും കൂടെ വിളിക്കും. അതാണ് ടോസ്റ്റിൻ്റെ സിൻടാക്സ്. അപ്പോൾ ഇവിടെ മേക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് ഏതാണ് നമ്മുടെ ക്രിയേറ്റ് ആക്ടിവിറ്റി അല്ലേ, ക്രിയേറ്റ് ആക്ടിവിറ്റി ദിസ് മെസ്സേജ് പ്ലീസ് ഫിൽ ഓൾ ദ ഫീൽഡ്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂറേഷൻ, അത് തന്നെ ഡ്യൂറേഷൻ മറ്റേ ടോസ്റ്റിൻ്റെ തന്നെ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ഉണ്ടല്ലോ, ടോസ്റ്റ് ഡോട്ട് ലെങ്ത് ലോങ് കൊടുക്കുക എന്തായാലും, എന്നിട്ട് ഡോട്ട് ഷോ. ഈ ഷോ കൊടുത്തിട്ടില്ലെങ്കിൽ അത് കാണാൻ പറ്റൂല കേട്ടോ, ജസ്റ്റ് ഇത് ടോസ്റ്റ് ആക്ടിവേറ്റ് ആവും, പക്ഷെ അത് നമുക്ക് സ്ക്രീനിൽ വിസിബിൾ ആയിരിക്കില്ല. പിന്നെ ടോസ്റ്റ് കൊടുത്തിട്ട് എന്താ ചെയ്യണ്ട, ഫങ്ഷൻ തീർന്നല്ലോ. റിട്ടേണിന് ശരിക്കും ഇവിടെ വാല്യൂ ഇല്ല, റിട്ടേൺ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി രണ്ട് ഫീൽഡും ഫിൽഡ് ആണെങ്കിൽ
ഞങ്ങൾക്ക് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്യണത്. ഞങ്ങൾ ആ ടെക്സ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞില്ല നേരത്തെ, അത് ഇൻറ്റിജറിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് എന്താണ് ഇൻസേർട്ട് ചെയ്യണമല്ലോ അതിൽ. അപ്പം അതിനു വേണ്ടി വീണ്ടും ഒരു വാല്യൂ ഇൻറ്റ് നമുക്ക് കിട്ടിയേക്കണ സ്ട്രിങ് ഇവിടെ റിട്ടേൺ കൊടുത്തത് ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇത്രയും ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവില്ല ബട്ടൻ്റെ മെത്തേഡ്. ക്വാണ്ടിറ്റി ഡോട്ട് പാർസ് ചെയ്യണം എങ്ങനെയായിരുന്നു, ഇൻറ്റിജർ ഡോട്ട് പാർസ് ഉണ്ടല്ലേ, പാർസിൻ്റെ ഞങ്ങളുടെ ആ സ്ട്രിങ് അതിലുള്ള വാല്യൂ ഞങ്ങൾക്ക് അതോടെ എടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് SQL ഞങ്ങളുടെ ഈ മെത്തേഡ് ഉണ്ടല്ലോ DB ഹെൽപ്പറിൻ്റെ ഇൻസേർട്ട് മെത്തേഡ് ഇവിടെ കണ്ട ഇൻറ്റിജർ ആണ് ആക്സെപ്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇൻറ്റിജറിൽ കൺവേർട്ട് ആക്കിയത്. അയ്യോ, ക്രിയേറ്റ് ഐറ്റം. അപ്പം അത് കോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓൾറെഡി ഇവിടെ DB ഹെൽപ്പറിൻ്റെ ഒരു DB ഹെൽപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ഐറ്റം, ഫസ്റ്റത്തെ ഐറ്റം നെയിം ആയിരിക്കും, ആ സ്ട്രിങ് അങ്ങനെ തന്നെ കൊടുക്കുക. നെക്സ്റ്റ് ക്വാണ്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ, അത് കൊടുക്കുമ്പോൾ മാറാണ്ട് നോക്കണേ. അപ്പോൾ ഇവിടെ എന്താ ഐറ്റം നെയിം അല്ലല്ലോ, ഐറ്റം എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ഐറ്റം ചെയ്തിട്ട് ഞങ്ങളിവിടെ എന്താ കൊടുത്തത്, ബൂളിയൻ അല്ലേ കൊടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഇഫ് കണ്ടീഷൻ്റെ അകത്ത് ഈ കോഡ് തന്നെ ഇഫ് കണ്ടീഷൻ്റെ അകത്തില്ല. ഇഫ് ട്രൂ ആണെങ്കിൽ ഒരു ടോസ്റ്റ് കൊടുക്കുക. ടോസ്റ്റിൻ്റെ സിൻടാക്സ് ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി ടോസ്റ്റ് ക്ലാസ് അതിൻ്റെ മേക്ക് ടെക്സ്റ്റ് സ്റ്റാറ്റിക് ഫംഗ്ഷൻ ഇൻസേർട്ട് ആയെങ്കിലാണല്ലോ, ക്രിയേറ്റ് ആയെങ്കിൽ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്തെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാനത് മാത്രം കൊടുക്കുള്ളൂ. പിന്നെ ടോസ്റ്റ് ക്ലാസ് വീണ്ടും അതിൻ്റെ ലെങ്ത് ലോങ് തന്നെ കൊടുക്കാം, ഡോട്ട് ഷോ. അപ്പോൾ ഇൻസേർട്ട് ആയെങ്കിൽ മെസ്സേജ് കാണിച്ചിട്ട് ക്ലോസ് ചെയ്യാം, ബാക്കിലോട്ട് പോകാമല്ലോ. ഫിനിഷ് ഞാൻ പറഞ്ഞില്ലേ, ഫിനിഷ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ തുടങ്ങിയേക്കണ ആക്ടിവിറ്റി ക്ലോസ് ആവും. അപ്പോൾ ക്ലോസ് ആയിട്ട് ബാക്കിലൊന്നും ഇല്ലെങ്കിൽ നേരെ എക്സിറ്റ് ആവും. അപ്പോൾ ക്ലോസ് ആവണം മുമ്പ് ഞങ്ങൾക്കിവിടെ ഏതിന്നാണ് മെയിൻ ആക്ടിവിറ്റി അല്ലല്ലോ, ഹോം ആക്ടിവിറ്റിയിൽ നിന്ന് ഇതായിരുന്നു ക്രിയേറ്റ് ബട്ടൺ നിൽക്കുമ്പോഴാണല്ലോ, ക്രിയേറ്റ് ബട്ടൺ നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ഇൻഡന്റ്. ഞങ്ങളിവിടെ ഫിനിഷ് കൊടുത്തായിരുന്നെങ്കിൽ ആപ്പ് മൊത്തം ക്ലോസ് ആയി പോകും. കാരണം ഹോമിൻ്റെ ബാക്കിൽ ആരാണുള്ളത്, മെയിൻ ആക്ടിവിറ്റി ആണല്ലോ. മെയിനിൽ നമ്മൾ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഫിനിഷ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് ഹോം ആക്ടിവിറ്റിയിലോട്ട് വരും, നമുക്ക് തിരിച്ച് ആ മെയിൻ സ്ക്രീനിലോട്ട് വരും. അപ്പോൾ എൽസ് കണ്ടീഷൻ എൽസ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആയില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് ഡാറ്റാബേസിൻ്റെ പേരോ അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റി എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ എന്താ പറയണ പ്രൈമറി കീ ആണല്ലോ ഇവിടെ കൊടുത്തത്, ഞങ്ങൾ ഐറ്റം നെയിം പ്രൈമറി കീ ആണല്ലോ.
അപ്പോൾ ചിലപ്പോൾ ഓൾറെഡി സെയിം ഡാറ്റ ഉണ്ടെങ്കിൽ അത് ഇൻസേർട്ട് ആവില്ലല്ലോ. അങ്ങനത്തെ കേസ് വരുമ്പോൾ എൽസിൽ വന്നിട്ട് ഞങ്ങൾക്ക് ടോസ്റ്റ് പ്രിന്റ് ചെയ്യണം. അത് ഫെയിൽഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇവിടെ ഫിനിഷ് കൊടുക്കണ്ട. ഫിനിഷിന് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇൻപുട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻപുട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സെറ്റ് ടെക്സ്റ്റ്, പിന്നെ ക്വാണ്ടിറ്റിയുടെ ഇത് നോക്കണേ, കറക്റ്റ് വേരിയബിൾ ഏതാ എടുക്കണേന്ന് നോക്കണം. വ്യൂ തന്നെയല്ലേ. ക്വാണ്ടിറ്റി ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് എം ടി സ്ട്രിങ്, പിന്നെ സ്പേസ് കൊടുക്കാണ്ട് നോക്കണേ. QNTY ആയിരുന്നില്ലേ. QNT ഡോട്ട് സെറ്റ് സ്പേസ്. ഇപ്പോൾ രണ്ട് ഇൻപുട്ട് ഫീൽഡും ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു ടോസ്റ്റ് മെസ്സേജ് വരും, ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു ഇഷ്യൂ? അപ്പോൾ അതാണ് ക്രിയേറ്റിൻ്റെ കോഡ്. ഇനി ഇതുപോലെ തന്നെ ആദ്യം ഇപ്പോൾ ഞാനൊരു ഐഡിയ തരാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഞങ്ങൾ ആദ്യം മറ്റേ DB ഹെൽപ്പറിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ ഇൻപുട്സ്, ഞാൻ അതിൻ്റെ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ടെക്സ്റ്റ് ഇൻപുട്സ് എടുത്തിട്ട് ബട്ടൺ എടുത്തിട്ട് ഇതേപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക സ്വന്തമായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കോഡും പാർട്ട് 4 എന്ന് പറഞ്ഞിട്ട് 5 ആണോ? പാർട്ട് 5 ആണ്. അത് അറിയാണ്ടൊരു പാർട്ടും കൂടെ പോയായിരുന്നു. ഇത് ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് എൻ്റെ ഗിറ്റബിൽ ഞാൻ ഇട്ടേക്കാം. അതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ ഇടാം. അപ്പോൾ ഇത് കോഡ് ചെയ്തവർ റൺ ചെയ്തിട്ടൊന്ന് നോക്കിയിട്ട് ഔട്ട്പുട്ട് വന്നില്ലെങ്കിൽ പറയണേ. ഔട്ട്പുട്ട് വരും മിക്കവാറും. ഞാൻ ഓൾറെഡി ചെയ്തൊരു ആപ്പിൻ്റെ കോഡ് വെച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ മിക്കവാറും വർക്ക് ആവേണ്ടതാണ്.